ഇവിടെ ശനിയുടെ ഉപഗ്രഹമായ എൻസിലാഡസിൽ കണ്ടെത്തിയിരിക്കുന്നത് ദ്രവരൂപത്തിലുള്ള ജലമാണ്. അത്തരത്തിൽ ദ്രവരൂപത്തിൽ ജലമുണ്ടെങ്കിൽ അവിടെ ജീവന്റെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യതയെ പറ്റിയിട്ടാണ് ഇപ്പോൾ നാസ പരിശോധിക്കുന്നത്. കാർബണും നൈട്രജനും ഓക്സിജനും ഹൈഡ്രജൻ ഫോസ്ഫറസും സൾഫറും അടങ്ങിയിട്ടുണ്ട് ഈ ജലത്തിൽ എന്നാണ് അനുമാനം. ഇത്തരത്തിലുള്ള ജലത്തിൽ ജീവന്റെ സാന്നിധ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നു. അതിനാൽ ഇവിടെ പര്യവേഷണത്തിനായി റോബോട്ടിനെ തയ്യാറാക്കിയിരിക്കുകയാണ് നാസ. അതായത് പാമ്പിൻ്റെ രൂപത്തിലുള്ള ഒരു റോബോട്ടാണ്. ഇതിന് കട്ടിയുള്ള മഞ്ഞുപാളികൾ തുളച്ച ഉള്ളിലേക്ക് കയറി ചെന്ന് അവിടെ നിരീക്ഷണം നടത്താനും ഈ പറയുന്ന ജീവന്റെ എന്തെങ്കിലും സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനും വേണ്ടിയിട്ടുള്ള ഒരു റോബോട്ടിനെയാണ്, പാമ്പിൻ്റെ രൂപത്തിലുള്ള റോബോട്ടിനെയാണ് ഇപ്പോൾ നാസ വികസിപ്പിച്ചിരിക്കുന്നത്. എൻസിലാഡസിലെ ഉപരിതലത്തിലെ കട്ടിയേറിയ മഞ്ഞിനെ മുറിച്ച് ഈ ജീവന്റെ സാന്നിധ്യം കണ്ടെത്താനുള്ള ശ്രമമാണ്. ഇതിനായി നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി JPL എന്ന് പറയുന്നതാണ് ഈ എക്സോബയോളജി എക്സ്റ്റൻഡ് ലൈഫ് സർവേയർ ELS എക്സോബയോളജി എക്സ്റ്റൻഡ് ലൈഫ് സർവേയർ എന്ന് പറയുന്ന റോബോട്ടിനെ തയ്യാറാക്കിയിരിക്കുന്നത്. 16 അടി നീളമാണ് ഈ റോബോട്ടിനുള്ളത്. കട്ടിയേറിയ മഞ്ഞുപാളികളെ തുരക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. വെള്ളത്തിനടിയിലും ELSന് നീങ്ങാനാകും. 220 പൗണ്ടാണ് ഈ നീളൻ റോബോട്ടിൻ്റെ ഭാരം. റോബോട്ടിൻ്റെ തലഭാഗത്തിൽ എൻസിലാഡസിൻ്റെ പ്രതലത്തിലെ 3 ഈ പറയുന്ന പ്രതലത്തിനെ തുരന്ന് കയറാനുള്ള ഈ പറയുന്ന സാങ്കേതിക വിദ്യ കൂടി അതിന് കണ്ടെത്തിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് വികസിപ്പിച്ചിട്ടുള്ള മെഷീനുകളും ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. 3D മാപ്പിംഗ് നടത്താനൊക്കെ കഴിയും. ഉപഗ്രഹത്തിൻ്റെ പ്രതലത്തിലുള്ള മർദ്ദം അളക്കാനുള്ള സംവിധാനമുണ്ട്. കാനഡയിലെ ജാസ്പർ ദേശീയോദ്യാനത്തിലെ അതബാസ്കയിൽ ഇതിൻ്റെ പരീക്ഷണം നടന്നു കഴിഞ്ഞു. ജീവൻ്റെ തെളിവുകൾ കണ്ടെത്താൻ ഇതിന് കഴിയുമെന്നാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു വലിയ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.